നമുക്ക് കിട്ടേണ്ട കുറച്ച് കാശിന് പകരം ആ വ്യക്തി ചെക്ക് തരുന്നു. ഏതൊരു ചെക്കും ഡേറ്റ് എഴുതിയാൽ ആ ഡേറ്റ് മുതൽ 3 മാസം വരെയാണ് അതിന്റെ കാലാവധി എന്നോർക്കണേ. അങ്ങനെ അതിനുള്ളിൽ നമ്മൾ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്യുന്നു. എന്നാൽ അത് മടങ്ങുന്നു. ലീഗലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? യെസ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് സെക്ഷൻ 138 പ്രകാരം നമുക്ക് ചെക്ക് കേസ് ഫയൽ ചെയ്യാം. ചെക്ക് മടങ്ങുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1, അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഉണ്ടാകാതിരിക്കുക. 2, ചെക്ക് തന്ന വ്യക്തിയുടെ അക്കൗണ്ട് ക്ലോസ് ആകുക. ആ വ്യക്തി പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അപേക്ഷ കൊടുക്കുക. ഇതിലെ ഏതെങ്കിലും റീസൺ കൊണ്ട് ചെക്ക് മടങ്ങിയാൽ ചെക്ക് ബൗൺസ് ആയ തീയതി രേഖപ്പെടുത്തി ഒരു ഡിസോണർ മെമ്മോ നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിക്കും. ആ തീയതി മുതൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ചെക്ക് തന്ന ആ വ്യക്തിക്ക് വക്കീൽ നോട്ടീസ് അയക്കണം. അതൊരു ഡിമാൻഡ് നോട്ടീസ് ആയിരിക്കും. ആ നോട്ടീസിൽ ചെക്ക് ബൗൺസ് ആയ കാര്യവും പിന്നെ നമുക്ക് ലഭിക്കാനുള്ള തുക ഈ നോട്ടീസ് കൈപ്പറ്റി അടുത്ത 15 ദിവസത്തിനുള്ളിൽ നൽകണമെന്നും ആവശ്യപ്പെടാം. അങ്ങനെ 15 ദിവസം വരെ എതിർകക്ഷിക്ക് പൈസ അടക്കാനുള്ള സാവകാശം കൊടുത്തിട്ടും അദ്ദേഹം ആ പൈസ തരുന്നില്ല എങ്കിൽ അത് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഏത് ബാങ്കിൽ വെച്ചാണോ ചെക്ക് മടങ്ങിയത് ആ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന ജൂറിസ്ഡിക്ഷനിലുള്ള ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാം. എതിർകക്ഷി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ എത്ര രൂപക്കാണോ ചെക്ക് കൊടുത്തത് ആ തുക തിരിച്ചടക്കാനും ആ തുകയുടെ 2 ഇരട്ടി വരെ തുക കോമ്പൻസേഷനോ 2 വർഷം വരെയുള്ള ജയിൽ ശിക്ഷയോ രണ്ടുമോ ലഭിക്കാവുന്നതാണ്.